അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നറിയോ? അതായത് അന്തരീക്ഷത്തിലെ ചില വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമവികിരണത്തെ ആഗീകരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഹരിതഗ്രഹ പ്രഭാവം. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ അതുപോലെ തന്നെ നീരാവി എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ താപനില നിലനിർത്തുന്നു. അപ്പോൾ ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഹരിതഗ്രഹ പ്രഭാവം. അപ്പോൾ ഇതിന് സഹായിക്കുന്ന വാതകങ്ങൾ അല്ലെങ്കിൽ ഇതിന് സഹായിക്കുന്ന അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഇതിന് സഹായിക്കുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ തുടങ്ങിയവ. അപ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ. അപ്പോൾ ഇവയാണ് ഹരിതഗ്രഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഹരിതഗ്രഹ വാതകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ. അപ്പോൾ എന്താണ് ഹരിതഗ്രഹ പ്രഭാവം? അതായത് അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗ്രഹ പ്രഭാവം. ഇതിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇതിന് കാരണമാകുന്ന വാതകങ്ങൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ എന്നിവയാണ് ഹരിതഗ്രഹ വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയപ്പെടുന്നത്.